നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലം മഴയിൽ മുങ്ങാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടപ്പിലാക്കുന്ന വിഷൻ 2030 പദ്ധതിയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 29 നടക്കും. രാവിലെ 9:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. നാട് ഓണാഘോഷത്തിന്റെ ആവേശത്തിൽ. ചൊവ്വാഴ്ച ഉത്രാടം. വിപണിയിൽ പച്ചക്കറിക്കും നേന്ത്രപ്പഴത്തിനും വലിയ വില നൽകേണ്ട സ്ഥിതി. മഴ ഉത്രാട കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ വ്യാപാരികൾ. വാർത്തകൾ വിശദമായി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ 3 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി 11:30 വരെ 0.9 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി V. D. സതീശൻ. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ തന്നെ സർക്കാർ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. കേരളത്തിൽ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതോടെ സംസ്ഥാനത്ത് പുതിയ 3 ജില്ലകൾക്കായുള്ള ആവശ്യത്തിന് കൂടുതൽ പ്രതീക്ഷയേറുകയാണ്. 1984 ശേഷം കേരളം വീണ്ടും വളരുമോ? ഭരണ സൗകര്യത്തിനായി 3 പുതിയ ജില്ലകൾ എന്നതാണ് കാലങ്ങളായുള്ള ആവശ്യം. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളെ വിഭജിച്ച് നെയ്യാറ്റിൻകര, മൂവാറ്റുപുഴ, തിരൂർ എന്നിങ്ങനെയാണ് ചർച്ച. പുതിയ ജില്ലാ താലൂക്കുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സമിതിയുണ്ടാകുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ തൊട്ടുപുറകെയാണ് അതിർത്തി പുനർനിർണ്ണയിക്കാൻ കമ്മീഷൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മൂവാറ്റുപുഴ ജില്ലയാക്കുന്ന കാര്യവും സജീവ ചർച്ചയിലെന്ന് ഓണാഘോഷ പരിപാടിക്ക് മൂവാറ്റുപുഴയിലെത്തിയ മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന പ്രഖ്യാപനം വന്നതോടെ പ്രതീക്ഷയിലാണ് മൂവാറ്റുപുഴയും തിരൂരും നെയ്യാറ്റിൻകരയുമൊക്കെ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായി മൂവാറ്റുപുഴയെ കോതമംഗലം, മൂവാറ്റുപുഴ താലൂക്കുകൾ, കുന്നത്തുനാടിന്റെ ഒരു ഭാഗം എന്നിവ ചേർത്ത് ജില്ലയാക്കണമെന്ന് കാലങ്ങളായുള്ള ആവശ്യമാണ്. കിഴക്കൻ മേഖലയിൽ വികസനം, ഭരണപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമാകും. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടപ്പിലാക്കുന്ന വിഷൻ 2030 പദ്ധതിയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 29 നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 29 രാവിലെ 9:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ്, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം, അധ്യാപക ശാക്തീകരണം, സുസ്ഥിര വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് വിഷൻ 2030 ആവിഷ്കരിച്ചിട്ടുള്ളത്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട അൻസാർ സ്കൂളിന്റെ യാത്ര ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയുടെ മാത്രം ചരിത്രമല്ല, അറിവിനോടും മൂല്യങ്ങളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയുടെ ചരിത്രം കൂടിയാണ്. പെരുമ്പിലാവിന്റെ മണ്ണിൽ ഒരു സ്വപ്നമായി വിതച്ച അൻസാർ ഇന്ന് അറിവിന്റെയും മൂല്യങ്ങളുടെയും മികവിന്റെയും വിശാലമായൊരു ലോകമായി വളർന്നിരിക്കുന്നു. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസവും മാറുകയാണ്. സാങ്കേതിക വിദ്യയും കൃത്രിമ ബുദ്ധിയും ഡിജിറ്റൽ സാധ്യതകളും ലോകത്തിന്റെ പഠനരീതികളെ തന്നെ മാറ്റിമറിക്കുന്ന കാലം. ഈ പുതിയ കാലത്ത് വളരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് അറിവിനൊപ്പം ഡിജിറ്റൽ നൈപുണ്യം, സർഗാത്മകത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയശേഷി, നേതൃത്വഗുണം, സഹകരണ മനോഭാവം, ആഗോള അവബോധം തുടങ്ങിയ കഴിവുകളും അനിവാര്യമാണ്. അതുകൊണ്ടുതന്നെ മാറുന്ന ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനങ്ങളും നിരന്തരം നവീകരിക്കപ്പെടണം. രക്ഷിതാക്കൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് മികച്ച അക്കാദമിക് ബലങ്ങൾ മാത്രമല്ല, കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും പ്രതികരണശേഷിയുള്ളതും പ്രൊഫഷണലുമായ വിദ്യാഭ്യാസ അനുഭവമാണ്. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുക എന്നത് ഉത്തരവാദിത്തം മാത്രമല്ല, പ്രതിബദ്ധത കൂടിയാണെന്ന് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ സായിദ റസാഖ്, ചീഫ് ഓപ്പറേഷൻസ് മാനേജർ PA ഷഹീദ്, ജൂനിയർ പ്രിൻസിപ്പൽ MM ഷബിദ, ജനറൽ കൺവീനർ MA കമറുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഉത്രാടപ്പാച്ചിലിനായി നാടൊരുങ്ങവേ ചാവക്കാട് നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക്. ബ്ലോക്ക് ഓഫീസ് കിഴക്കുഭാഗം മുതൽ ആരംഭിക്കുന്ന വാഹനത്തിരക്ക് ദേശീയപാതയിൽ നിന്നും നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് എത്തുമ്പോഴേക്കും ഗതാഗതം പൂർണ്ണമായും നിശ്ചലമാകുന്നതാണ് കാഴ്ച.
രാവിലെ മുതൽ ആരംഭിച്ച കുരുക്ക് നഗരത്തെ ഒന്നാകെ വീർപ്പുമുട്ടിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും സ്ഥിതി കൂടുതൽ ദയനീയമാകുന്നു. ആംബുലൻസുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത വിധം റോഡുകൾ സ്തംഭിക്കുന്ന അവസ്ഥയാണുള്ളത്. നഗരത്തിൽ ഗതാഗതം ശാസ്ത്രീയമായി നിയന്ത്രിക്കാൻ സ്ഥിരമായ സംവിധാനങ്ങളൊന്നുമില്ല. മുൻകാലങ്ങളിൽ ട്രാഫിക് നിയന്ത്രണത്തിനായി ഹോംഗാർഡുമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരത്തിൽ ഈ സേവനം ലഭ്യമാകുന്നില്ല. അവധി ദിവസങ്ങളിൽ ചാവക്കാട് ബീച്ച് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ കുരുക്കിന്റെ രൂക്ഷത ഇരട്ടിയാകുന്നു. നഗരത്തിലെ ട്രാഫിക് നിയന്ത്രണത്തിനായി അടിയന്തരമായി ശാസ്ത്രീയവും സ്ഥിരവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് രൂക്ഷമായ കുരുക്ക് അനുഭവപ്പെടുന്ന മുല്ലത്തറ ഭാഗത്ത് ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി പോലീസിനെയോ ഹോംഗാർഡുമാരെയോ ഉടനടി ഏർപ്പെടുത്തണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. പെരുമ്പിലാവ് ആൽത്തറയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് സൈക്കിൾ യാത്രക്കാരന് പരിക്കേറ്റു. ആൽത്തറ അയ്യപ്പൻകാവ് കൊഴുത്തപ്പറമ്പിൽ 67 വയസ്സുള്ള മോഹനാണ് പരിക്കേറ്റത്. ഇയാളെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാണശ്ശേരിയുടെ ഓണക്കാലം തായംകളിയുടെ ആവേശക്കാലം കൂടിയാണ്. തലമുറകളായി കൈമാറിയ തായംകളി ലഹരിയായി സിരകളിൽ പടരുന്ന ഓണക്കാല രാവുകളാണ് കണ്ടാണശ്ശേരി ഗ്രാമത്തിൻ്റേത്. തട്ടകത്തിന്റെ പെരുമ എഴുതി ആസ്വാദകമനം കവർന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ കോവിലന്റെ സ്വന്തം ഗ്രാമമായ കണ്ടാണശ്ശേരിയിൽ ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിലാണ് തായംകളി മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ തന്നെ തായംകളി മത്സരം നടക്കുന്ന പ്രധാന കേന്ദ്രമാണ് കണ്ടാണശ്ശേരി. പ്രത്യേകം തയ്യാറാക്കിയ കളത്തിൽ 2 പേരടങ്ങുന്ന 2 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 5 കവടികൾ, 1 കളം, 10 കരുക്കൾ, കവടികൾ ചുഴറ്റിയെറിഞ്ഞ് മലർന്നു വീഴുന്നതനുസരിച്ചുള്ള അക്കങ്ങളാണ് കളങ്ങളിലുള്ള കള്ളികൾ വഴി മത്സരത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിനിടെ എതിരാളി കരുവെട്ടുന്നതും എതിരാളിയുടെ കരുവെട്ടുന്നതും കളിക്കാരുടെ കമന്റുകളും ശരീരഭാഷയും കാണികളെയും കളിയാവേശത്തിന്റെ നെറുകയിലെത്തിക്കും. കളിക്കാനെത്തുന്നവർക്ക് പ്രായഭേദമില്ല. പഴയ തലമുറയിലുള്ളവരും കൊച്ചുമക്കളുടെ പ്രായമുള്ള ജൻസികളും ഒരേ ആവേശത്തോടെയാണ് കവടി ചുഴറ്റിയെറിയുന്നത്. ചുഴറ്റിയെറിയുന്ന കവടികളിൽ എണ്ണം പറഞ്ഞ് അക്കം വീഴ്ത്തുന്ന പുപ്പുലികളും കളിക്കാരുടെ കൂട്ടത്തിലുണ്ട്. കൈപ്പതിയിൽ കവടികൾ ചേർത്തുവെച്ച് ചുഴറ്റിയെറിയുന്നതിലും ആവശ്യമായ എണ്ണം കൃത്യമായി വീഴ്ത്തുന്നതിലും കളിക്കാർ പുലർത്തുന്ന കഴിവ് നിസ്സാരമായി കാണാവുന്നതല്ല. 18 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ വർഷത്തെ മത്സരത്തിന്റെ കലാശപ്പോര് ഉത്രാട ദിനത്തിൽ രാത്രിയിൽ നടക്കും. ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിനൊപ്പം തായം കളിയുടെ ആവേശം കൂടി ഒത്തുചേരുമ്പോഴേ കണ്ടാണശ്ശേരിക്കാരുടെ ഓണാഘോഷം പൂർണ്ണമാകും. ഓണവിപണിയിൽ പൊള്ളി നേന്ത്രക്കായ വില. 80-ന് മുകളിലാണ് കിലോഗ്രാമിന് വില. നാടൻ നേന്ത്രക്കായയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. സംസ്ഥാനത്ത് ഓണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നേന്ത്രക്കായ വിലയിൽ ഗണ്യമായ വർധന. കഴിഞ്ഞ വർഷം 45 മുതൽ 50 രൂപ വരെയായിരുന്നു അന്യ സംസ്ഥാനത്തു നിന്നുള്ള വരവ് നേന്ത്രക്കായയുടെ വില. ഇത്തവണ കിലോഗ്രാമിന് 70 മുതൽ 75 രൂപ വരെയാണ് കൃഷിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. ഒരു മാസം മുമ്പ് വരെ 45 രൂപ വരെയാണ് ലഭിച്ചിരുന്നത്. ഇതോടെ പൊതുവിപണിയിൽ പഴത്തിന്റെ വില 80-ന് മുകളിലാണ്. ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലവർധനയ്ക്ക് കാരണമായി പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വയനാട്ടിൽ നിന്ന് വേണ്ടത്ര നേന്ത്രക്കുലകൾ ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരവ് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. സീസണിൽ കർഷകർക്ക് വേണ്ടത്ര വില ലഭിക്കാതെ വന്നതോടെ വലിയൊരു വിഭാഗം കർഷകർ നേന്ത്രവാഴ കൃഷി ഉപേക്ഷിച്ചതും തിരിച്ചടിയായി. ഓണം അടുത്തെത്തി നിൽക്കുമ്പോൾ ഞാലി ഉൾപ്പെടെയുള്ള ചെറുകായ്ക്കും ഭേദപ്പെട്ട വിലയാണ് ലഭിക്കുന്നത്. ഞാലിക്ക് കിലോഗ്രാമിന് 80 രൂപയ്ക്ക് മുകളിലാണ് വില. എന്നാൽ ഇവയുടെ ഉൽപാദനത്തിലും വലിയ തോതിലുള്ള ഇടിവുണ്ട്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ചെറുപഴം. നാടൻ നേന്ത്രക്കായ തിങ്കളാഴ്ച 130 രൂപയായി. ഇനിയുള്ള 2 ദിവസം വില കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം ഓണം കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. മലയാളിയുടെ മനസ്സിൽ ഓണം എന്നത് ലോകത്തിലെവിടെയായാലും പഴയ ബാല്യകാല ഓർമ്മകൾ ഗൃഹാതുരത്വം ഉണർത്തുന്നവയാണ്. മാവേലി മന്നനില്ലാത്ത ഒരു ഓണവും മലയാളിക്കില്ല. ഓണം റിലീഫ് ശില്പമൊരുക്കിയാണ് ശില്പി വേലൂർ ജോൾസൺ ഈ ഓണക്കാലത്തെ വരവേൽക്കുന്നത്. മലയാളിയുടെ ഓണസ്മൃതികൾക്കിടയിൽ ആദ്യം എത്തുന്നത് മാവേലി തന്നെയാണ്. മാവേലി നാട് വാണിരുന്ന ആ നല്ല കാലത്തെക്കുറിച്ച് കേട്ട കഥകൾ ഓരോ മലയാളികളുടെയും ലോകത്തിന് നിറം പകരുന്നു.
മാവേലി നാടുവാണിയിടും കാലം എന്ന് ഓരോ ഓണാഘോഷത്തിലും പാടുമ്പോൾ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു സ്വപ്നലോകം മനസ്സിൽ വിരിയുന്നു. തിരിച്ചുവരാത്ത ബാല്യവും നഷ്ടപ്പെട്ടുപോയ മുഖങ്ങളും മാവേലിക്കാലത്തിന്റെ നന്മ നിറഞ്ഞ കഥകളും ചേർന്ന് ഓണം ഇന്നും ഹൃദയത്തിൽ ഒരു മധുരമുള്ള ഗൃഹാതുരതമായി പൂത്തുനിൽക്കുന്നു. ആ ഓർമ്മകൾക്ക് 3D മാവേലി ശില്പത്തോടെ നാനാവർണ്ണത്തിലാണ് ശില്പി ജോത്സൻ വേലൂർ ഗൃഹാതുരത്വത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കിയത്. ഗുരുകൂടിയായ പിതാവ് പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരാണ് ജോത്സന് ശില്പനിർമ്മാണത്തിന് വഴികാട്ടിയത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് മാവേലിയുടെ 4 അടി വലിപ്പമുള്ള ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഷീറ്റിൽ ആദ്യം സ്കെച്ച് ചെയ്ത് പിന്നീട് ഓരോ അടരുകളായി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ത്രിമാനമിഴിവിലാണ് ശില്പം തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നീട് ഫിനിഷിംഗിനും കാർവിംഗിനും ശേഷം പ്ലാസ്റ്റിക് അധിഷ്ഠിത കൃത്രിമ റെസിൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അക്രിലിക് ചായങ്ങൾ ഉപയോഗിച്ചാണ് പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത്. മാവേലിയുടെ വേഷത്തിനും ആഭരണങ്ങൾക്കും അനുയോജ്യമായ അക്രിലിക് പെയിന്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓണക്കാലാവുമ്പോൾ ഒരു മാവേലിയുടെ ഇതുപോലത്തെ ഒരു ശില്പം ഉണ്ടാക്കാൻ മനസ്സിൽ തോന്നാറുണ്ട്. അത് ഈ വർഷമാണ് ഇതുപോലെ ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ഇതിപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ഈ വർക്ക്, അക്രിലിക് നിറങ്ങളോടുകൂടി ഈ വർക്ക് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതാദ്യം ഈ മാവേലിയുടെ സ്കെച്ച് ഇതുപോലെ തയ്യാറാക്കി കുറേശ്ശെ ഓരോ ലെയർ പ്രൊജക്റ്റ് ചെയ്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ചെറിയ കാർവിങ്ങും പരിപാടികളൊക്കെ നടത്തി ഫിനിഷ് ചെയ്ത് അവസാനം അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ഇത് ആ മാവേലിയുടെ ഫോട്ടോ പോലെ നോക്കി പെയിന്റിങ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇത്. ഇത് മുഴുവനായും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഷീറ്റിലാണ് ഈ വർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2010 സ്ഥാപിച്ച ഗാന്ധി ശില്പ നിർമ്മാണത്തിലും 2016 തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കുട്ടികളുടെ സയൻസ് മ്യൂസിയത്തിൽ സ്ഥാപിച്ച അബ്ദുൾ കലാമിന്റെ ശില്പത്തിലും 2017 വേലൂർ പഴയങ്ങാടി ദേവാലയ അർണൂസ് സ്മാരക ഹാളിന്റെ ചുമരിൽ നിർമ്മിച്ച അർണൂസ് ചുമർ ശില്പത്തിലും പിതാവിനൊപ്പം ശില്പനിർമ്മാണത്തിൽ സഹായിയായി. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള മാതാവ്, പിയാത്ത, യേശുക്രിസ്തു, തിരുക്കുടുംബം, ബുദ്ധൻ, അന്ത്യത്താഴം, ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം, തിരുഹൃദയം തുടങ്ങിയ ചുമർ ശില്പങ്ങൾ, റിലീഫ് വർക്കുകൾ തുടങ്ങി നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓണം ഒരു ആഘോഷം മാത്രമല്ല, നഷ്ടപ്പെട്ടുപോയ കാലത്തിന്റെ വാതിൽ തുറന്ന് ഒരിക്കൽ മലയാളിക്കൊപ്പമുണ്ടായിരുന്ന സ്നേഹത്തിന്റെയും നന്മയുടെയും ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നിറമുള്ള ഓർമ്മയാണ് ജോത്സന്റെ ത്രിമാന മാവേലി ശില്പം. ഉത്രാടപ്പുലരിയിൽ കണ്ണന് സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകൾ ഇക്കുറിയും ചൂണ്ടലിൽ നിന്നു തന്നെ. സ്വർണ്ണവർണ്ണമാർന്ന ചെങ്ങാലിക്കോടൻ കുലകളാണ് ചൂണ്ടലിലെ അബ്ദുൾ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള PMK ഫ്രൂട്ട്സിൽ നിന്ന് പതിവ് തെറ്റാതെ ഇക്കുറിയും കണ്ണന് സമർപ്പിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചൂണ്ടലിൽ നിന്ന് കാഴ്ചക്കുലയ്ക്ക് ആവശ്യക്കാരായി എത്തുന്നത്. വർഷങ്ങളായി സ്ഥിരമായി ഇവിടെ നിന്ന് കാഴ്ചക്കുല കൊണ്ടുപോകുന്നവരുമുണ്ട്. രാഷ്ട്രീയ രംഗത്തെയും സിനിമാ മേഖലയിലെയും വ്യവസായികൾ ഉൾപ്പെടെ വിവിധ രംഗത്തുള്ളവരാണ് കണ്ണന് സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകൾക്ക് ആവശ്യക്കാരായിട്ടുള്ളത്. കൂടാതെ ബന്ധുവീടുകളിലേക്ക് കൊടുക്കുന്നതിനും ഇവിടെ നിന്ന് കുല കൊണ്ടുപോകുന്നവരുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ വർഷം ലത്തീഫിന്റെ കടയിൽ നിന്ന് കണ്ണന് സമർപ്പിക്കാനുള്ള കാഴ്ചക്കുല മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തവണ മികച്ച കുലകളാണ് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളതെന്ന് ലത്തീഫ് പറയുന്നു. പലയിടത്തു നിന്നുള്ള തോട്ടങ്ങളിൽ നിന്നാണ് കുലകൾ വാങ്ങാറുള്ളതെങ്കിലും എടക്കളത്തൂർ മേഖലയിൽ നിന്നുള്ള കുലകൾക്ക് പ്രത്യേകം ഡിമാൻഡ് ഉള്ളതായും ലത്തീഫ് കൂട്ടിച്ചേർത്തു. ഒരു നല്ല കായകള് 120, 110, 100, 90 റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. കാഴ്ചക്കൊല കഴിഞ്ഞ കൊല്ലത്തെ 2500, 3000, 2000, 1750 റേഞ്ചിൽ പോകുന്നുണ്ട്. കായ നല്ല കായകളുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കഴിഞ്ഞ കൊല്ലത്തെ ശരാശരി കഴിഞ്ഞ കൊല്ലത്തെ അത്ര കച്ചവടം ഉണ്ട് കൊല്ലം. ഇതിപ്പോൾ ചിറ്റണ്ട, വരൂര്, അതുപോലെ മുണ്ടത്തിക്കോട്, അരിയമ്പാടം, എടക്കളത്തൂര്, പുത്തൂര്, മൂന്നൂര്, അപ്പോൾ നല്ല കൂടുതൽ കായ വരുന്നത്. ഈ എടക്കളത്തൂര് ഭാഗത്തുള്ള കായാണ് കുറച്ച് നല്ല കായ, ഏറ്റവും നല്ല ടോപ്പ് കായ കാഴ്ചക്കൊലയ്ക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. അഞ്ചരശ്ശേരി ആ ഭാഗത്തുള്ള കായകളും നല്ല കായകൾ തന്നെയാണ്. മഴ വന്നുകൊണ്ട് കായ്ക്ക് വല്ലാണ്ട് പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ സ്റ്റാർട്ടിങ് മഴ കുറവുള്ളതിൽ കായ മൂപ്പ് ആവാൻ കുറച്ച് കുറവായി. അങ്ങനെ തോട്ടങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും ഉള്ളതൊക്കെ നല്ല ഒരുവിധം നല്ല ജീവനുള്ള സൈസ് കായകൾ തന്നെയാണ്. അമ്പം വർഷമൊന്നും പറയില്ല. ആൾക്കാർക്ക് ഇപ്പോൾ വില വിഷയമല്ല, നല്ല കായ വേണം, അതാണ് വിഷയം. വിളവെടുപ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ കുല ഭഗവാന് സമർപ്പിക്കുക എന്ന ആചാരത്തിന്റെ തുടർച്ചയിൽ നിന്നാണ് ഗുരുവായൂരിൽ കണ്ണന് കാഴ്ചക്കുല സമർപ്പിക്കുന്ന പതിവ് തുടങ്ങിയത് എന്നാണ് കരുതുന്നത്.
കാണാനുള്ള അഴകിനൊപ്പം അതിമധുരവുമുള്ള ചെങ്ങാലിക്കോടൻ കുലകൾ പ്രത്യേകമായി ഒരുക്കിയാണ് കാഴ്ചക്കുലയാക്കി മാറ്റുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ പതിവിന് ലത്തീഫിന്റെ പിതാവിന്റെ കാലം തൊട്ട് തന്നെ മികവുറ്റ കാഴ്ചക്കുലകൾ തേടി പ്രമുഖർ ഇവിടെ എത്താറുണ്ടായിരുന്നു. വരും കാലങ്ങളിലും ലക്ഷണമൊത്ത കാഴ്ചക്കുലകൾ തേടി നിരവധി പേർ എത്തുമെന്നതാണ് ചൂണ്ടലിലെ കാഴ്ചക്കുലകളുടെ പെരുമ. ജനപ്രതിനിധിയുടെ ഓണറേറിയം ഉപയോഗിച്ച് ഓണക്കോടി വിതരണം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2-ാം വാർഡിലെ BBG റാംജി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാർഡ് മെമ്പർ ചന്ദ്രാവതിക്ക് ലഭിച്ച ഓണറേറിയം ഉപയോഗിച്ചാണ് ഓണക്കോടികൾ സമ്മാനിച്ചത്. വാർഡ് മെമ്പർ ചന്ദ്രാവതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് മെമ്പറും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ആസൂത്രണ സമിതി അംഗവുമായ MS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കാർത്തിക ചന്ദ്രൻ, പ്രീജ പ്രേമൻ, സുനിത രാജൻ, കാർത്തിയനി സുധാകരൻ, രതിക രഘു, മോഹിനി വേലായുധൻ, കാളി, അമ്മിണി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഓർമ്മകളുടെ ഓണപ്പൂക്കളത്തിൽ ആദ്യം വന്നു വിരിയുന്നത് പലപ്പോഴും പ്രഥമസ്ഥാനമുള്ള തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവുമാണ്. ഓണത്തപ്പനെ വരവേൽക്കാൻ പൂക്കളത്തിലും പൂവടകളിലും ഇവ ഇന്ന് ചെറുബാല്യങ്ങൾക്ക് ഓർമ്മ മാത്രമായി മാറുന്നു. പൂവിളികൾ നിലച്ചുപോയ കാലഘട്ടമാണിന്നുള്ളത്. പൂവട്ടികളുമായി പൂക്കൾ തേടിപ്പോകുന്ന ബാല്യങ്ങൾ ഇന്നില്ല. ഇടവഴികളും വരമ്പുകളും വേലിപ്പടപ്പുകളും അവ നൽകിയിരുന്ന അനുഭൂതികളും അറിവുകളും നിലച്ചുപോയിരിക്കുന്നു. പുതിയ ജൻസിക്കാല ഓണം വരവു പൂക്കളുടേതാണ്. തൊടികളിലെ പച്ചപ്പിൽ വിരിഞ്ഞ തുമ്പപ്പൂക്കൾക്കിടയിൽ ഒളിച്ചുവെച്ച ബാല്യത്തിന്റെ നിലവുകളും മനസ്സിൽ സുഗന്ധം പരത്തുന്ന ഓർമ്മകളും പുതുതലമുറയ്ക്ക് അന്യമാണ്. പച്ചപ്പ് നിറഞ്ഞ തൊടികളും പൂക്കളും നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിലേക്കുള്ള വഴികളുമാണ് ജൻസി യുഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്ന് നിലവുകളിൽ മാത്രമായി മാറുന്ന കാഴ്ചകളിൽ തുമ്പയും മുക്കുറ്റിയും സ്ഥാനം പിടിക്കുകയാണ്. വീട്ടുവളപ്പുകളിലും വെളിപ്പറമ്പുകളിലും കാട് പിടിച്ചു വളർന്നിരുന്ന ഇവ ഇന്ന് പഠനങ്ങളിൽ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിക്കുന്നവയാണ്. ആവാസവ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിരുത്താനാകാത്ത വിള്ളലാണ് ഇത് സമൂഹത്തെ ഓർമ്മിപ്പിക്കും. ഓണപ്പൂക്കളം ഭംഗിയുടെയും സ്റ്റാറ്റസിന്റെയും പ്രതീകമായി മാറുന്നവർക്ക് വംശനാശ വിലാപങ്ങൾ കേൾവിക്കപ്പുറത്താണ്. വരും കാലങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും പോലെയുള്ള നാട്ടുചെടികൾ പാഠപുസ്തകങ്ങളിൽ നിന്നും സാമൂഹിക മാധ്യമ വേദികളിൽ നിന്നും പഠിക്കേണ്ടി വന്നേക്കാം. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ തൊഴിൽ നിഷേധിച്ച മനു കണ്ടരാശ്ശേരിക്ക് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരിൽ നിന്നും പിരിച്ചെടുത്ത സാമ്പത്തിക സഹായം കൈമാറി. മനുവിന്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിയത് തികച്ചും തെറ്റായ നടപടിയാണെന്ന് സാമ്പത്തിക സഹായം കൈമാറിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് വിവേക് MG, ബാങ്ക് മെമ്പർമാരായ സണ്ണി വടക്കൻ, ഷൈനി ഫ്രാൻസിസ്, മണികണ്ഠൻ PR, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ അരുവാത്തോട്ടിൽ, ജോസ് മണി ഒലക്കെങ്കിൽ, സേവി പുളിക്കൽ, രവി അയ്യപ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതിയുടെ നാമധേയത്തിൽ നൽകിവരുന്ന 15ാമത് ശ്രീഭദ്ര പുരസ്കാരം പ്രശസ്ത സോപാന സംഗീത കലാകാരി ആശ സുരേഷിന് സമ്മാനിച്ചു. ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെയും ഓണാഘോഷത്തിന്റെയും ഉദ്ഘാടനം തത്വരസികനും ആധ്യാത്മിക പ്രഭാഷകനുമായ പ്രസാദ് പുളിക്കൽ നിർവഹിച്ചു. തുടർന്ന് ഫലകവും 5001 രൂപയും അടങ്ങുന്ന ശ്രീഭദ്ര പുരസ്കാരം സോപാന സംഗീത കലാകാരി ആശ സുരേഷിന് സമ്മാനിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് BTV വിജയൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ മതസൗഹാർദ്ദ സന്ദേശത്തോടെ നടന്ന ചടങ്ങിന് കരിക്കാട് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, കരിക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്കർ വാഫി കൈറാടി, കളമെഴുത്തു കലാകാരൻ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ്, ക്ഷേത്രമേൽശാന്തി സൂരജ് കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ക്ഷേത്രം അടിയന്തരക്കാർക്ക് ഓണപ്പുടവ വിതരണം നടത്തി. പുരസ്കാര ജേതാവ് ആശ സുരേഷ് മറുപടി പ്രസംഗം നടത്തി. ക്ഷേത്രം സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി.
പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയും കുന്നംകുളം റോയൽ ദയ ആശുപത്രിയും സംയുക്തമായി പ്രാഥമിക ജീവൻ രക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട് പരിശീലനം സംഘടിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ പകച്ചു നിൽക്കാതെ സമയോചിതമായി പ്രാഥമിക ജീവൻ രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം നടത്തിയത്. കുഴഞ്ഞുവീഴൽ, ഹൃദയാഘാതം തുടങ്ങിയ ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങൾക്കൊപ്പം തൊണ്ടയിൽ ഭക്ഷണമോ മറ്റു വസ്തുക്കളോ കുടുങ്ങുക, പാമ്പുകടി തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികളും പരിശീലനത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തി. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രിൻസിപ്പാൾ ഫാദർ ഹെബിക് എടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് പ്രതിനിധികളായ VF ജയ, KJ പീറ്റർ, PV ജോജു എന്നിവരും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ജോമി ജോൺസൺ, ടീന എഡ്വിൻ തുടങ്ങിയവരും പരിപാടിക്ക് നേതൃത്വം നൽകി. 2000 മുതലുള്ള വിവിധ ബാച്ചിലെ 100ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. പഴയ സൗഹൃദങ്ങൾ പുതുക്കിയും സ്കൂൾ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവച്ചുമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ ഒത്തുചേർന്നത്. വിവിധ ബാച്ചുകളുടെ സംഗമങ്ങൾക്കൊപ്പം എല്ലാ വർഷവും പൂർവ്വ വിദ്യാർത്ഥി വാർഷിക സംഗമം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. സ്കൂളിന്റെ വളർച്ചയ്ക്കും വിവിധ പ്രവർത്തനങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കണ്ടിൻജന്റ് ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണം ചെയ്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗര ശുചിത്വം ഉറപ്പുവരുത്തുന്ന ജീവനക്കാരുടെ ക്ഷേമവും ഔദ്യോഗിക പ്രതിച്ഛായയും ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് യൂണിഫോം നൽകിയത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ വകയിരുത്തി 23 DLR തൊഴിലാളികൾക്കും 24 സ്ഥിരം ജീവനക്കാർക്കും ഇതിലൂടെ യൂണിഫോം വിതരണം ചെയ്തു. കൂടാതെ നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 13,000 രൂപ ചെലവഴിച്ച് മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലെ തൊഴിലാളികൾക്കും യൂണിഫോമുകൾ ലഭ്യമാക്കി. നാടിന്റെ ആരോഗ്യവും ശുചിത്വവും പരിപാലിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന തൊഴിലാളികൾക്ക് ഈ പിന്തുണ ഏറെ ആശ്വാസകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കി. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിവിധ കൗൺസിലർമാർ, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ, കണ്ടിൻജന്റ് തൊഴിലാളികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി KK മനോജ് നന്ദി പറഞ്ഞു. കുന്നംകുളം നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി കമ്പ്യൂട്ടർ പരിശീലനവും ഓണാഘോഷവും നടത്തി. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷോൺ പള്ളിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി 200 വികലാംഗർക്കുള്ള ഭക്ഷണ കിറ്റും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. വസ്ത്ര വിതരണ ഉദ്ഘാടനം PG ജയപ്രകാശും ഭക്ഷണ കിറ്റ് വിതരണ ഉദ്ഘാടനം മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് V അൻവറും നിർവഹിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് AU മണികണ്ഠൻ, കുന്നംകുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുജിത് അലക്സ്, നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് PK പ്രസന്നകുമാർ, നിർവാഹക സമിതി അംഗവും മുൻ പ്രസിഡന്റുമായ PR രോഹിണി എന്നിവർ സംസാരിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രതിനിധി TA ചാക്കോ മാസ്റ്റർ സ്വാഗതവും നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സെക്രട്ടറി KS വിനോദ് നന്ദിയും പറഞ്ഞു. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ അലി പഷ്ണത്തലിന്റെ ചമ്മന്നൂർ MEX 7 ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. MEX 7 വൈസ് ചെയർമാൻ ഹുസൈൻ ചെറുവത്തൂർ ആമുഖ പ്രഭാഷണം നടത്തി. പുന്നൂർകുളം പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ജാനകി, MEX 7 ട്രഷറർ അസ്ലാം കൊച്ചന്നൂർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ക്ലബ് ഭാരവാഹികളായ നാസർ കുന്നത്തുവളപ്പിൽ, ഷെരീഫ് പാണ്ടോത്തയിൽ, ഫാരിഷ് എന്നിവർ നേതൃത്വം നൽകി. MEX 7 ചീഫ് കോർഡിനേറ്റർ കുഞ്ഞിമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലം മഴയിൽ മുങ്ങാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം.
പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടപ്പിലാക്കുന്ന വിഷൻ 2030 പദ്ധതിയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 29-ന് നടക്കും. രാവിലെ 9:30-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. നാട് ഓണാഘോഷത്തിന്റെ ആവേശത്തിൽ ചൊവ്വാഴ്ച ഉത്രാടം. വിപണിയിൽ പച്ചക്കറിക്കും നേന്ത്രപ്പഴത്തിനും വലിയ വില നൽകേണ്ട സ്ഥിതി. മഴ ഉത്രാട കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ വ്യാപാരികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.